ചെങ്ങന്നൂരിൽ ശവക്കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ യേശുദാസിന്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹത ആരോപിക്കുകയാണ് മരുമകൾ ലീന. യേശുദാസിന്റെ സഹോദരൻ കൊലപ്പെടുത്താൻ 2 വർഷം മുൻപേ പദ്ധതിയിട്ടുവെന്നാണ് സംശയം. മരുന്നുകൾക്ക് ഡോസ് കൂട്ടി നൽകിയോ സ്ലോ പോയിസൺ നൽകിയോ കൊലപ്പെടുത്തിയെന്നാണ് മരുമകൾ സംശയിക്കുന്നത്. മരണത്തിന് ആഴ്ചകൾക്ക് മുൻപ് സഹോദരൻ സ്വത്തുക്കൾ പലതും കൈവശപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. 2024 മമ്മി സിക്കായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അതേ തുടർന്നാണ് നമ്മൾ ഈ ഒരു വീട്ടുജോലിക്കാരെ അന്വേഷിക്കുന്നതും ഗബ്രിയലുമായിട്ടൊന്ന് ബന്ധപ്പെടുന്നതും ഒക്കെ. അതിൽ ഒരു സ്ത്രീ 2024 കാലഘട്ടങ്ങളിൽ വന്നായിരുന്നു. അവരുടെ പേര് ലൂസി എന്നാണ്. അവരുടെ ഇടപാടുകളും വളരെ ദുരൂഹതയായിരുന്നു. ഇവർ എന്നോ ഒരു ദിവസം ഒരു കേക്ക് കൊടുത്തതായിട്ടും പപ്പ ബോധം രഹിതനായി കാണപ്പെട്ടതായിട്ടും അവരുടെ ടോക്കിലുണ്ട്. നമുക്ക് കാണാൻ വിഷ്വൽസ് ഇല്ല അകത്ത് എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഇതൊരു സ്ലോ പോയിസണിങ് ആയിരുന്നോ, ഇങ്ങനെ വെച്ചായിരുന്നോ പപ്പായെ ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ഈ ബാങ്ക് ഇടപാടുകൾ എത്രത്തോളം ബാങ്കിലെ നോമിനീസ് എത്രത്തോളം മാറ്റി, എത്ര ഡെപ്പോസിറ്റ്സ് മാറ്റിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ 2 പ്രാവശ്യമായിട്ട് ആധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഗബ്രിയലിനൊരു വിശ്വാസം ഉണ്ടായിരുന്നായിരിക്കാം നമ്മളാരും ഇതിന് പോയില്ല. അവകാശികളായിട്ട് ഞങ്ങൾ ഇതിനൊന്നും മുതിരത്തില്ലെന്ന് കണ്ടുള്ള ഒരു ഇതിലായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശവം മോർച്ചറി കൊണ്ട് വെച്ചു ഗബ്രിയൽ. അത് കഴിഞ്ഞ് അവിടുത്തെ വേലക്കാരെത്തി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു നാളെ നമുക്ക് അടക്കാവുന്നു. അന്നേരം ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങൾ വരാതെ നാളെ അടക്കാൻ ഒക്കുമോ? എന്നിട്ട് ഞാൻ ഇവരെ 2 കൂട്ടരെയും വിളിച്ചു. ഗബ്രിയലിൻ്റെ ഭാര്യ പറഞ്ഞു യുദ്ധമല്ലയോ, അവരുടെ മക്കൾക്കൊന്നും വരാനൊക്കത്തില്ല, ഇവർ വരാൻ ഒക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർ വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞല്ലയോ അടക്കം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ഇറങ്ങിപ്പോകണം, അവരുടെ വസ്തുവാണ്, വീടാണ് എന്നൊക്കെ അറിയുന്നത്. അന്നേരമാണ് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞങ്ങൾ സംശയിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ കേക്കിൻ്റെ വിഷയിലും കണ്ടു. ഷബാസ് അഹമ്മദ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. ഷബാസ്, ഈ യേശുദാസിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ നാളുകളായി ആസൂത്രണം ചെയ്ത് പതിയെ നടത്തിയെടുത്ത ഒരു വിദഗ്ധമായ ഒരു കൊലപാതകം, ഇതാണിപ്പോൾ മരുമകൾ സംശയിക്കുന്നത്. അതിന് ഇത്തരത്തിലൊരു സംശയത്തിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുമുണ്ട്. എന്താണ് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത്രയധികം ദുരൂഹത സംശയിക്കാൻ നമുക്ക് മനസ്സിലാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഷബാസ്? ചെങ്ങന്നൂർ സ്വദേശിയായ 74-കാരൻ യേശുദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള പല സംശയങ്ങളുമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. യേശുദാസിന്റെ സഹോദരനായ ഗബ്രിയേൽ യേശുദാസിനെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് കുടുംബത്തിനുള്ളത്. ആ സംശയത്തെ സാധൂകരിക്കുന്ന പല കാരണങ്ങളും ആരോപണങ്ങളുമാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഈ 2 വർഷം മുൻപ് തന്നെ ഗബ്രിയേൽ തന്റെ സഹോദരനായ യേശുദാസിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നോ എന്ന സംശയമാണ് കുടുംബത്തിനുള്ളത്. അതിന് പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മരണത്തിന് ദിവസങ്ങൾ മുൻപ് തന്നെ, ആഴ്ചകൾക്ക് മുൻപ് തന്നെ യേശുദാസിന്റെ സ്വത്തുക്കളെല്ലാം സ്വന്തം പേരിലേക്ക് മാറ്റാൻ ഈ ഗബ്രിയേൽ ശ്രമിച്ചിരുന്നു. അത്തരത്തിൽ പല കണ്ടെത്തലുകളും കുടുംബം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മരുമകളായ ലീന അവകാശപ്പെടുന്നത്. ഈ മകളും മരുമകളും ചേർന്ന ഒരു ഹോം നഴ്സിനെ അച്ഛനെ നോക്കാനായി ഏർപ്പാടാക്കിയിരുന്നു. പക്ഷേ ഈ സഹോദരനായി ഗബ്രിയേൽ ഇടപെട്ടുകൊണ്ട് ഏജൻസി വഴി മറ്റൊരു ഹോം നഴ്സിനെ നിയമിക്കുകയായിരുന്നു. ഈ ഹോം നഴ്സിന്റെ സഹായത്തോടുകൂടി ഗബ്രിയേൽ യേശുദാസിനെ കൊലപ്പെടുത്തി സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് എന്ന പ്രധാനപ്പെട്ട സംശയമാണ് കുടുംബത്തിനുള്ളത്. ഈ സ്ലോ പോയിസണിങ്, അതായത് മരുന്ന് ഡോസ് കൂട്ടി നൽകി കൊലപ്പെടുത്തിക്കൊണ്ട് സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ശ്രമമാണ് ഈ സഹോദരനായ ഗബ്രിയേൽ നടത്തിയത് എന്നാണ് പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഈ മരണശേഷം ആശുപത്രിയിൽ എത്തിച്ചതിലും പല ഒളിച്ചുകളികളും ഗബ്രിയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി കുടുംബം പറയുന്നു. ഈ അടക്കം, അതായത് ഈ അടക്കം നടത്താൻ വളരെ ധൃതി കാണിച്ചുകൊണ്ട് മക്കളും മരുമക്കളും എത്തുന്നതിന് മുൻപ് തന്നെ അടക്കം നടത്തി പല ഒളിച്ചുകളി, അതായത് പല സംശയങ്ങൾ ഇതിൽ ജനിപ്പിക്കുന്നു എന്നാണ് നിലവിൽ കുടുംബം പറയുന്നത്. മാർച്ച് 20-ാം തീയതിയായിരുന്നു ഈ യേശുദാസ് മരണപ്പെടുന്നത്. അതിന് മുൻപും ശേഷവുമായി പല ഇടപെടലുകളും ഗബ്രിയേലിന്റെയും ഒപ്പം ഈ ഹോം നഴ്സിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായതായാണ് ഈ കുടുംബം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ഗബ്രിയേലിന്റെ ഈ യേശുദാസിന്റെ കല്ലറ തുറന്നുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ആ പോസ്റ്റ്മോർട്ടത്തിൽ എന്തായാലും അസ്വാഭാവികതയൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം 1 മാസത്തിനകം വന്നാൽ മാത്രമാണ് ഈ യേശുദാസിന് എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഈ കേസിന്റെ പിന്നിലെ കഥകൾ. 74 വയസ്സുകാരൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. യേശുദാസിന്റെ മരണത്തിൽ അതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്ന ഈ കൊല നടത്തിയതിലെ ഗബ്രിയേൽ യേശുദാസിന് അനിയന് പങ്കുണ്ട് എന്ന് പറയുന്നു. ഈ ഒരു ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് മരുമകൾ തന്നെയാണ്, ലീനയാണ്. കൃത്യമായ അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തുവരട്ടെ.